ഹലോ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഖുർആൻ ഓതാൻ അറിയാത്തവരായിട്ട്. അതായത് അറബി വായിക്കാനും എഴുതാനൊന്നും അറിയാതെ ഖുർആൻ ഓതാൻ അറിയാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. വലിയ ആൾക്കാരായിക്കോട്ടെ, ഇനി ചെറിയ ചെറിയ കുട്ടികളായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് അറബി വായിക്കാൻ അറിയാത്തവരുണ്ടല്ലേ. ഒരുപക്ഷെ വലിയ വീട്ടമ്മമാരും ഉപ്പമാരും ഉമ്മമാരും ഒന്നും ഒരുപക്ഷെ മറ്റാരോടും പറയില്ലായിരിക്കാം, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അറബി വായിക്കാൻ അറിയില്ല, ഇങ്ങനെയൊന്നും ആരും ആരോടും പറയൂല. കാരണം നമുക്ക് തന്നെ ഒരു മടിയായിരിക്കുമല്ലേ, ഒരു കുറവായിരിക്കും, എല്ലാവരോടും ഒരു നാണക്കേടായിരിക്കും പറയാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ അവസരം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ അറബി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, പുതിയ അറബി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 20 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 800 രൂപയാണ് ഫീ വരുന്നത്. 20 ദിവസത്തിന് നമ്മൾ ക്ലിയർ ആയിട്ട് അറബി വായിക്കാനും എഴുതാനും, അതോടൊപ്പം 15 ദിവസം കൊണ്ട് വായിക്കാനും എഴുതാനൊക്കെ പഠിപ്പിക്കും. അവസാനത്തെ 5 ദിവസം കൊണ്ട് നമ്മൾ ഖുർആനിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓതാനും പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അറബി വായിക്കാനും എഴുതാനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഖുർആൻ ഓതാൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അറബി വായിക്കാൻ എഴുതാനും നമ്മൾ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ആഗസ്റ്റ് 10-ാം തീയതി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ 800 രൂപയാണ് ഫീസ് വരുന്നത്. 20 ദിവസം കൊണ്ട് നമ്മൾ അറബി ഫുൾ സെറ്റാക്കി തരും. ഇപ്പോൾ ഇതിൽ പ്രായപരിധി ഇല്ല കേട്ടോ. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ ടൈമിങ്ങിൻ്റെ പ്രശ്നമൊന്നും വരില്ല, ടൈമിൻ്റെ പ്രശ്നമൊന്നും, ജോലിയുള്ളവരായാലും ഒന്നും പ്രശ്നം വരുന്നില്ല. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കോൾ ചെയ്യുക, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളതിന് റിപ്ലൈ തരിക, കോളാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കൂടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യും, നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ അടിക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല, പിന്നെ ചിലപ്പോൾ കൂടുമെന്നൊക്കെ പറയും, കൂടാമെന്നൊക്കെ പറയും, ബട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഒരു റിപ്ലൈ ഉണ്ടാവില്ല, നമ്മൾ ചോദിച്ചാലും മറുപടി ഒന്നും പറയില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ചേരുക, കൂടുമെന്ന് ഉറപ്പുള്ളവർ. ഞാൻ പറഞ്ഞല്ലോ, ഫീയും കാര്യങ്ങളൊക്കെ 800 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ നമ്മളൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു അവസരം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോക്ക് അവസാനം ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. അതിൻ്റെ ആൻസർ നിങ്ങൾ ഇതിൻ്റെ താഴെ ജസ്റ്റ് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സിൽ ചേരാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറയാം. പിന്നെ ഇതിൽ കുട്ടികൾ വലിയ ആൾക്കാർ എന്നുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. നാളെയാണ് നമ്മുടെ ആഗസ്റ്റ് 10-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുന്നത്. അതിന് ശേഷവും ബാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ പറയട്ടെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മുത്തുനബി തങ്ങൾ അവസാനമായിട്ട് വിവാഹം ചെയ്തത് ആരെയാണ്? നബി തങ്ങൾ അവസാനമായി വിവാഹം ചെയ്തത് ആരെയാണ്? അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ താല്പര്യമുള്ളവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ഇൻഷാ അല്ലാഹ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.